നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന കാര്യം പറയുക അസാധ്യം തന്നെയാകുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തൊടുകുറി ശാസ്ത്രത്തിലൂടെ പറയുക സാധ്യമായ കാര്യമാകുന്നു. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. അതിനായി ഏവരും കണ്ണുകളടച്ച് ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 3 ചിത്രങ്ങളാകുന്നു. ആദ്യത്തെ ചിത്രം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം അയ്യപ്പസ്വാമിയുടെ ചിത്രവും മൂന്നാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രവുമാകുന്നു. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിനു മുന്നോടിയായി മുൻപ് പരാമർശിച്ചതുപോലെ ഒരു നിമിഷം കണ്ണുകൾ ഏവരും അടയ്ക്കുക. തങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയോട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരണം എന്നും ശുഭകരമായ വാർത്തകൾ തേടിയെത്തണം എന്നും പറയുക, പ്രാർത്ഥിക്കുക. ഇഷ്ടദേവതയോട് തീർച്ചയായും ഈ വിശേഷപ്പെട്ട ദിവസം തന്നെ ഏവരും പ്രാർത്ഥിക്കുക. ഏവരും ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഏവരും കണ്ണുകൾ തുറന്ന് ഈ തന്നിരിക്കുന്ന 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വിശേഷപ്പെട്ട ദിവസം ആ ദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ സംക്രാന്തി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രമായ മഹാവിഷ്ണു ഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പോസിറ്റീവായ ചില ചിന്തകൾ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും എങ്കിലും ആ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു. പുതിയ കാര്യങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ് എങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരും. ചില യാത്രകൾ നിങ്ങൾക്ക് നടത്തേണ്ടതായി വരാം. അത് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില യാത്രകളാകാം. നിങ്ങൾക്ക് പോകാതിരിക്കുവാൻ സാധിക്കാത്ത യാത്രകളാകാം. എന്നാൽ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് തൊടുകുറിയിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. അഥവാ സന്തോഷകരമായ നിമിഷങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. മനസ്സിൽ ദുഃഖങ്ങളുണ്ട് എങ്കിൽ പോലും സന്തോഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഉത്സാഹം ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. ഉത്സാഹത്തോടെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുവാനും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ് എന്ന് തന്നെ പറയാം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരുകയാകുന്നു. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ധൈര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്കുണ്ട് എങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾ പതറിപ്പോകുന്നു. എന്നാൽ ധൈര്യത്തോട് തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ശുഭവാർത്തകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ക്രിയേറ്റീവായി ചിന്തിക്കുവാനും അല്ലെങ്കിൽ വളരെ അനുകൂലമായി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹം, വീട്, സന്താനലബ്ധി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതാകുന്നു. വളരെ കാലമായി ചില കാര്യങ്ങൾക്കായി പരിശ്രമിച്ച് നിങ്ങൾ അതിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം.
ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ ചില ജോലികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഫലം ലഭിക്കാതെ തടസ്സങ്ങളാൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോകും എന്ന കാര്യമാണ് പറയുവാൻ സാധിക്കുന്നത്. ഒരു പരിധിവരെയാണ് വഴിമാറിപ്പോവുക. നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. നല്ല ജോലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ചില ശുഭകരമായ വാർത്തകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒന്നിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല തൊഴിലുകളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മികച്ച രീതിയിൽ മുന്നേറുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അസാമാന്യമായ വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പോലും അത്തരം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും ആരോഗ്യം വർദ്ധിക്കുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഫലങ്ങൾ വന്ന് ചേരുന്നതുമാകുന്നു. ആത്മീയപരമായി നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങൾക്ക് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ കൂടിയാണ് ഇപ്രകാരം ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും നിങ്ങളെ ഭഗവാൻ തന്നെ കൃത്യമായ വഴി നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാകുന്നു. അതിലൂടെ മുന്നോട്ട് പോവുക. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. തീർച്ചയായും ഈ ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. അയ്യപ്പസ്വാമിയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ചില മാനസികമായ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് എന്ന കാര്യം ഓർക്കുക. ബന്ധങ്ങൾ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുക്കുന്ന അവസരമാണ് ഇത്. ബന്ധങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ട് എങ്കിൽ പോലും അത്തരം ബന്ധങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ ശുഭകരമായ ചില ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം ചില സൂചനകൾ നിങ്ങൾക്ക് പ്രകടമാവുക തന്നെ ചെയ്യും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും കുടുംബത്തിലാണ് എങ്കിൽ പോലും ഐക്യം നഷ്ടപ്പെട്ട അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ തിരികെ പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾക്കായി പരിശ്രമങ്ങൾ നടത്തുന്നതും ഉത്തമമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ. എന്നാൽ തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറുകയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. തീരുമാനിച്ചുറപ്പിച്ച് അത് ഏത് കാര്യമാണ് എങ്കിൽ പോലും തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും. ചില സൗഭാഗ്യം നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. അതിനാൽ ഇത്തരം അവസരങ്ങൾ വരികയാണ് എങ്കിൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജീവിതത്തിൽ ശത്രുദോഷം ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അയ്യപ്പസ്വാമിയെ ആരാധിക്കുകയും പ്രത്യേകിച്ചും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകൂടി ചെയ്യുകയാണ് എങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ശത്രുദോഷം പോലും അകന്ന് പോവുക തന്നെ ചെയ്യും. ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങളിൽ ഉള്ളതിനാൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും ഏതൊരു പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിലും ജാഗ്രത നിങ്ങൾ പുലർത്തേണ്ടതാണ് എന്ന കാര്യം ഓർക്കുക. ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വിജയിക്കുവാൻ പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന അവസരം കൂടിയാണ് ഇത്. ആ വഴികൾ ശരിയായ രീതിയിൽ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അയ്യപ്പസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ഇഷ്ടദേവതയെ ധ്യാനിച്ച്
കുടുംബദേവതയോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതിനാൽ തന്നെ ആരോഗ്യപരമായ നേട്ടങ്ങൾ, വലിയ മാറ്റങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആത്മീയപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇത്. ഏതൊരു കാര്യത്തിലും വിജയിക്കുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. തീർച്ചയായും വിജയിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഒരു പരിധിവരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യവും നിങ്ങൾ ധൈര്യത്തോടെ തന്നെ ചെയ്യുക. അതല്ല എങ്കിൽ പ്രശ്നങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യത്തിലും വ്യക്തത വരുത്തുക. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഈ ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മൂന്നാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളെ തേടി അംഗീകാരങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതകാലം മാറി സാമ്പത്തികപരമായ ഭദ്രത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരം സാക്ഷാൽ പരമശിവൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ഏതൊരു കാര്യത്തിലും അടിത്തറ പാകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ വിജയിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഏത് കാര്യത്തിലും സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷം കടന്നു വരാം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ചില അപ്രതീക്ഷിതമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. പലപ്പോഴും ബന്ധങ്ങളുടെ മൂല്യം, കുടുംബ മൂല്യം നിങ്ങൾ തിരിച്ചറിയുന്ന അവസ്ഥ വന്നു ചേരും. അതിനാൽ തന്നെ ചെയ്തു പോയ പല തെറ്റുകളും നിങ്ങൾ തിരുത്തുന്നതാകുന്നു. അല്ലെങ്കിൽ ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങും. അത് പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതിനാൽ വളരെയധികം സന്തോഷം അതുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്നു വരാം. പിരിഞ്ഞു നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ തീർച്ചയായും ഒരുമിക്കുക തന്നെ ചെയ്യും. അതിനായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പരമശിവന്റെ കടാക്ഷം കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ് പലപ്പോഴും ജീവിതത്തിലുള്ളത്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും സമാധാനം കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ചെയ്യേണ്ടത് നിത്യവും പരമശിവനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും 108 തവണ തന്നെ ജപിക്കുക. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് മനസമാധാനം തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. പങ്കാളിയുമായി മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ഐക്യം വർദ്ധിക്കാൻ നിങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കൈവരുന്നതാകുന്നു. ആരെയും ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. കപടമായ സ്നേഹം ഇല്ല എന്ന് തന്നെ പറയാം. അത്തരത്തിൽ നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവർ തിരിച്ചറിയുന്ന അവസരങ്ങൾ വന്നു ചേരും. അത് ഭഗവാന്റെ കടാക്ഷത്താൽ സംഭവിക്കാവുന്നതാകുന്നു. ആത്മാർത്ഥത ഉള്ളവരാണ് നിങ്ങൾ. അത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്ന അവസരങ്ങൾ വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലെ വലിയൊരു വിഷമം തന്നെയാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള വിഷമങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പാരമ്പര്യമായ സ്വത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ
ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിട്ടുവീഴ്ച നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന കാര്യമാകുന്നു. വിട്ടുവീഴ്ചയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.